RSSുമായി നടത്തിയ ചർച്ചയിൽ വിശദീകരണവുമായി ജമാഅത്തെ ഇസ്ലാമി. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവരെന്ന നിലയിൽ RSSുമായി ചർച്ചകൾ വേണ്ടിവരുമെന്ന് ജമാഅത്തെ ഇസ്ലാമി നാഷണൽ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി വ്യക്തമാക്കി. ചർച്ചയെ വിവാദമാക്കുന്നവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി ആരോപിക്കുന്നു. ജനുവരി 14-ന് ഡൽഹിയിൽ വെച്ചായിരുന്നു RSS നേതൃത്വവുമായി ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ചർച്ച നടത്തിയത്. ചർച്ച വിവാദമായതിനെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിശദീകരണവുമായി രംഗത്തെത്തുകയായിരുന്നു. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ഉപാധികൾ RSS അംഗീകരിച്ചതിനെ തുടർന്നാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്ന് നാഷണൽ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നത് RSS ആയതുകൊണ്ട് ചർച്ചകൾ അനിവാര്യമാണ്. വിദ്വേഷപ്രസംഗവും ആൾക്കൂട്ട കൊലപാതകവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംവാദത്തിൽ വിശ്വസിക്കുന്ന സംഘടനയാണെന്നും ചർച്ചകൾ ജനാധിപത്യ രാജ്യത്ത് ആവശ്യമാണെന്നും ആരിഫ് അലി വ്യക്തമാക്കി. ചർച്ച വിവാദമാക്കുന്നവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി ആരോപിക്കുന്നു. RSSുമായി ഇനിയും ചർച്ചകൾ തുടരും. ഇപ്പോൾ നടത്തിയത് രണ്ടാം നിര നേതാക്കളുമായുള്ള ആശയവിനിമയമാണ്. മുൻനിര നേതാക്കൾ അടുത്ത ഘട്ടത്തിൽ ചർച്ച നടത്തും. മറ്റു മുസ്ലിം സംഘടനകളുടെ വേദികളിൽ സംഘപരിവാർ നേതാക്കൾ എത്തുമ്പോൾ വിമർശനമുന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി RSSുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിലെ വൈരുദ്ധ്യമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. KT ജലീൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്.